അയൽവാസിയായ പോലീസുകാരന്റെയും ബന്ധുക്കളുടെയും പീഡനത്തിനെതിരെ പത്തനംതിട്ട സ്വദേശി സുലൈമാൻ ബഹ്റിൻ ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകി. പീഡനം കാരണം താനും ഭാര്യയും 3 മക്കളും ആത്മഹത്യയുടെ വക്കിലാണെന്ന് ഇദ്ദേഹം പരാതിയിൽ പറയുന്നു. പത്തനംതിട്ടയിലെ പെരിനാട് സ്റ്റേഷനിലെ പോലീസുകാരനായ സണ്ണിയും കുടുംബാംഗങ്ങളും ചേർന്ന് തന്റെ ഭാര്യയെയും 3 കുട്ടികളെയും നിരന്തരം പീഡിപ്പിക്കുന്നതായും കള്ളക്കേസുകളിൽ കുടുക്കുന്നതായും സുലൈമാൻ ബഹ്റിലെ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകി. റൈറ്റർ സണ്ണി എന്ന പോലീസുകാരനാണ്. ഇപ്പോൾ 6 വർഷത്തോളമായി എൻ്റെ ഭാര്യയെ അവൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിക്കാത്തതിൻ്റെ പേരിൽ പല അപവാദങ്ങളും പറഞ്ഞ് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പീഡിപ്പിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം എൻ്റെ ഭാര്യ ആത്മഹത്യക്ക് ഒരുങ്ങിയതാണ്. ആ സ്റ്റേഷനിൽ തന്നെ പോലീസായതിൻ്റെ പേര് ഞങ്ങൾ കൊടുക്കുന്ന കേസിന് ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരു SI ഒരു പോലീസുകാരനുണ്ട്. അവരും ഇവനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ പീഡന കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഹരിജൻ സ്ത്രീയെ വെട്ടി എന്നും പറഞ്ഞ് ചീത്ത വിളിച്ചു എന്നും പറഞ്ഞ് ഒരു കള്ളക്കേസ് കൊടുത്ത് അതിനിപ്പം എൻ്റെ ഭാര്യയുടെ പേര് അറസ്റ്റ് വാറന്റ് നിർണ്ണയിക്കുക. അധികാര കേന്ദ്രങ്ങളിൽ നിന്നും അർഹമായ നീതി ലഭിക്കുന്നില്ലെന്നും ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നും സുലൈമാൻ അഭിപ്രായപ്പെട്ടു. എൻ്റെ ഭാര്യയെ എനിക്ക് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഞാനും എൻ്റെ 3 മക്കളും ജീവനോട് ഇരിക്കത്തില്ല. ഗൾഫിൽ ഉള്ള ആളുകൾക്ക് നാട്ടിലെത്തി പോകാൻ ഭയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു വരാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ വളരെ പ്രകടമായ കേസുകളാണ്. ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ സംവിധാനത്തെ തന്നെ നമ്മുടെ നിയമ സംവിധാനത്തെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങളിലുമൊക്കെ അദ്ദേഹം പരാതി കൊടുത്തിട്ടും ആ പരാതിക്ക് നേരെ ഒന്ന് കണ്ണു തുറക്കാനുള്ള ഒരു താല്പര്യം പോലും നമ്മുടെ സംസ്ഥാനത്തെ സംവിധാനങ്ങൾ കാണിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ഭാര്യ ആടിനും കോഴിയും വളർത്തി എൻ്റെ 3 മക്കളെ നോക്കി ജീവിച്ചിരുന്നതാണ്. ഒരു പോലീസുകാരൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിക്കാത്തതിൻ്റെ പേരിലാണ് ഇത്രയെല്ലാം ഞങ്ങളുടെ കുടുംബം തകർത്തത്. ആരുമില്ല ഞങ്ങൾക്ക് സഹായത്തിന്. നിസ്സഹായരായ ഇത്തരം പ്രവാസികൾക്ക് ആത്മഹത്യക്ക് മുമ്പ് അർഹമായ നീതി ലഭിക്കാനുള്ള നടപടികളാണ് ഇനി ആവശ്യം. ബാറിൽ നിന്നും സേതുരാജ് കടക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.